ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓഫ് വിർച്വൽ വർക്കും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റിഗ്ലിയാനോസ് തിയറംസുമാണ്. അപ്പോൾ കാസ്റ്റിഗ്ലിയാനോ തിയറം രണ്ടെണ്ണം ഉണ്ട്. കാസ്റ്റിഗ്ലിയാനോ ഫസ്റ്റ് തിയറവും കാസ്റ്റിഗ്ലിയാനോ സെക്കൻഡ് തിയറവും. ഇത് മൊഡ്യൂൾ 5-ലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് വിർച്വൽ വർക്ക്? വിർച്വൽ വർക്ക് പ്രിൻസിപ്പിൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ദെയർ ആർ ടു പ്രിൻസിപ്പിൾസ് ഓഫ് വിർച്വൽ വർക്ക്. ഒന്നെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് ഓഫ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റും രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് ഓഫ് വിർച്വൽ ഫോഴ്സസും. എന്താണ് വിർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ അവിടെയുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. അപ്പോൾ വിർച്വൽ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിലോ ഫോഴ്സിലോ ചെറിയൊരു ചേഞ്ച്, അതായത് ഒരു വിർച്വൽ ചേഞ്ച് കൊടുത്തിട്ട് നമുക്ക് വിർച്വൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡിസ്പ്ലേസ്മെൻറ്റിലാണ് ഒരു ചെറിയ ചേഞ്ച് കൊടുക്കുന്നതെങ്കിൽ, വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന വർക്കിന് വിർച്വൽ വർക്ക് ഓഫ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കാം. അതല്ലാതെ ഫോഴ്സിലാണ് ചെറിയ ചേഞ്ച് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് വിർച്വൽ വർക്ക് ഡ്യൂ ടു വിർച്വൽ ഫോഴ്സസ് ആണ്. ആ സമയത്ത് ഇപ്പോൾ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തുമ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അതുപോലെ വിർച്വൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ സ്ട്രെയിൻ എനർജി, ഈ രണ്ട് പ്രിൻസിപ്പിളിനെയും ബേസ് ചെയ്തിട്ട് രണ്ട് സ്ട്രെയിൻ എനർജി കൺസെപ്റ്റ് ഉണ്ട്. അതിലൊന്ന് സ്ട്രെയിൻ എനർജിയും രണ്ടാമത്തത് കോംപ്ലിമെൻ്ററി എനർജിയും. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി എനർജി നിങ്ങൾക്ക് അത്ര പരിചയം കാണത്തില്ല. ഈ കോംപ്ലിമെൻ്ററി എനർജി റിലവൻ്റ് ആവുന്നത് അനാലിസിസ് ഓഫ് നോൺ ലീനിയർ ഇലാസ്റ്റിക് ബോഡീസിനാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ട്രെയിൻ എനർജിയും കോംപ്ലിമെൻ്ററി എനർജിയും എന്താണ്. അതായത് ഇപ്പോൾ ലോഡ് ഡിഫ്ലക്ഷൻ കർവ് എടുക്കുകയാണ്, ലോഡ് ഡിഫ്ലക്ഷൻ പ്ലോട്ട്. അപ്പോൾ ഈ ലോഡ് ഡിഫ്ലക്ഷൻ പ്ലോട്ടിൽ എക്സ് ആക്സിസിൽ ഡിഫ്ലക്ഷനും വൈ ആക്സിസിൽ ലോഡുമാണ്. എക്സ് ആക്സിസ് ഡിഫ്ലക്ഷനും വൈ ആക്സിസ് ലോഡും എടുത്തിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ലോഡിന് കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻസ് നോട്ട് ചെയ്യാണ്. അങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഗ്രാഫ് നോൺ ലീനിയർ ആണെന്ന് സപ്പോസ് ഇത് ഗ്രാഫ് നോൺ ലീനിയർ ആണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ, അതായത് ഗ്രാഫിനും എക്സ് ആക്സിനും ബിറ്റ്വീൻ ആയിട്ടുള്ള താഴെയുള്ള ഏരിയയെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ എനർജി, യു. അപ്പോൾ എങ്ങനെയായിരിക്കും സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്ട്രെയിൻ എനർജി അതായത് ഈ ഡെൽറ്റ ഡിഫ്ലക്ഷൻ, ഡി ഡെൽറ്റ ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡാണ് പി. അതായത് പി എന്ന് പറഞ്ഞ ലോഡിന് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഡി ഡെൽറ്റ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഏരിയ അണ്ടർ ദി കർവ് ലോഡ് ഡിഫ്ലക്ഷൻ കർവാണ്. അപ്പോൾ സ്ട്രെയിൻ എനർജി യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to Δ1 പി ഡെൽറ്റ. അതായത് ഈ കർവിന് താഴെയുള്ള ഏരിയ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിൻ എനർജി കിട്ടും, ഏരിയ ബിലോ ദ കർവ്. അതുപോലെ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി എനർജി, അതായത് യു സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയ ബിറ്റ്വീൻ ദ കർവ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് പി, വെർട്ടിക്കൽ ആക്സിസിലാണ്. അതായത് ഈ ഒരു ഏരിയ ബിറ്റ്വീൻ ദ കർവ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ചെറിയൊരു ചേഞ്ച് ഇൻ ഫോഴ്സ് ഡി പി, കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ ഏരിയ ബിറ്റ്വീൻ ദ കർവ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് യു സ്റ്റാർ കോംപ്ലിമെൻ്ററി എനർജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to P1 ഡി P1 ഡെൽറ്റ ഡി പി. അതാണ് കോംപ്ലിമെൻ്ററി എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തെന്ന് മനസ്സിലായി? ഈ ഒരു ലോഡ് ഡിഫ്ലക്ഷൻ കർവ് എടുത്തു കഴിഞ്ഞാൽ ഏരിയ ബിലോ ദ കർവ് സ്ട്രെയിൻ എനർജിയും ഏരിയ ബിറ്റ്വീൻ കർവ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് കോംപ്ലിമെൻ്ററി എനർജിയാണ്. ഇതാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to Δ1 പി ഡെൽറ്റയും യു സ്റ്റാർ ഇൻ്റഗ്രൽ P1 to 0 to P1 ഡെൽറ്റ ഡി പിയും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ട്രെയിൻ എനർജി, കോംപ്ലിമെൻ്ററി എനർജി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി സ്ട്രെയിൻ എനർജിയും കോംപ്ലിമെൻ്ററി എനർജിയും എപ്പോഴായിരിക്കും ഈക്വൽ ആകുന്നത്? അതായത് ഈ ഒരു കർവ് ഒരു ലീനിയർ വേരിയേഷൻ ആയിരുന്നെങ്കിൽ
ഈ ഒരു കർവ് ലീനിയർ വേരിയേഷൻ ആയിരുന്നെങ്കിൽ ഏരിയ ബിലോ ദ കർവും ഏരിയ ബിറ്റ്വീൻ കർവ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസും ഈക്വൽ ആവും. അതായത് സ്ട്രെയിൻ എനർജിയും കോംപ്ലിമെൻ്ററി എനർജിയും ഈക്വൽ ആവും. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് ഓഫ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. അതായത് എന്താണ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡീവിയേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്മാൾ ഡീവിയേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണ്, അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുക. അതിൻ്റെ പ്രത്യേകത അവിടെ P1 ലോഡുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് Δ1 ഡിഫ്ലക്ഷനും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു, അതിൻ്റെ വാല്യൂ Δ1. ഈ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ സ്ട്രെയിൻ എനർജിയിൽ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായി. ആ ഒരു സ്ട്രെയിൻ എനർജി ഡീവിയേഷൻ Δu എന്ന് പറയുന്നത് P1 ഇൻറ്റു Δ1 ആണ്. ഈ ഗ്രാഫിൽ അത് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. Δu ഈസ് ഈക്വൽ ടു P1 Δ1. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത്? അതായത് ആ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ P1 ആണ്. ഇവിടെ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് Δ1 അപ്ലൈ ചെയ്തു, P1 ഇൻറ്റു Δ1 എന്ന് പറയുന്ന വർക്ക് ഡൺ ഉണ്ടായി. അപ്പോൾ അതാണ് ഇവിടുത്തെ ഡീവിയേഷൻ ഇൻ സ്ട്രെയിൻ എനർജി. അതായത് വിർച്വൽ വർക്ക് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്, ഡീവിയേഷൻ ഇൻ സ്ട്രെയിൻ എനർജി ഈക്വൽ ടു വർക്ക് P1 Δ1. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പോയിൻ്റ് 1ലും പോയിൻ്റ് 2ലും രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് പോയിൻ്റ് 1ൽ P1 ലോഡും പോയിൻ്റ് 2ൽ P2 ലോഡും ആക്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ P1 ലോഡിന് ഡിസ്പ്ലേസ്മെൻറ്റ് Δ1ഉം P2 ലോഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് Δ2. ആ ഒരു സിസ്റ്റത്തിൽ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യണം. Δ1ഉം Δ2 എന്നീ രണ്ട് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആ ഡയറക്ഷൻ ഓഫ് ലോഡ്സിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ഡീവിയേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി ഉണ്ടാകും. ആ സ്ട്രെയിൻ എനർജി ഡീവിയേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ ലോഡ്സ് ഡ്യൂ ടു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഈ തിയറി പ്രകാരം എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? Δu അത് ചേഞ്ച് ഇൻ ഡീവിയേഷൻ ഇൻ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ P1 Δ1 പ്ലസ് P2 Δ2. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, ചേഞ്ച് ഇൻ സ്ട്രെയിൻ എനർജിക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ അതിനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് വയ്ക്കുക. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു Δ1. പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ്റെ പ്രത്യേകം എന്തായിരിക്കും? നെക്സ്റ്റ് വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും കീപ്പ് ചെയ്യണം. അതായത് Δ2 കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണ്. Δ2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ Δ2 0 ആയിരിക്കും. Δ2 0. അപ്പോൾ ഇതിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Δu ബൈ Δ1 ഈസ് ഈക്വൽ ടു P1 എന്ന് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് ടെൻസ് ടു 0. ലിമിറ്റ് Δ ടെൻസ് ടു 0. Δu ബൈ Δ1 എങ്ങനെ ചേഞ്ച് ചെയ്യും? Δu ബൈ Δ1 ദാറ്റ് ഈസ് ഈക്വൽ ടു P1. അപ്പോൾ അതുപോലെ ഞാൻ സ്ട്രെയിൻ എനർജിയെ Δ2 ചേഞ്ച് Δ2 കൊണ്ട് അല്ലെങ്കിൽ Δ2 കൊണ്ട് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് P2 വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇൻ ജനറൽ എനിക്കൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ പോയിന്റ് വിൽ ഗീവ് ലോഡ് അപ്ലൈഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് Δu ബൈ Δi ith പോയിന്റിലാണ് ഞാൻ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത്. ആ പോയിന്റ് വെച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഉപയോഗിച്ചിട്ട് സ്ട്രെയിൻ എനർജിയെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ അപ്ലൈ ചെയ്ത് ആ പോയിന്റിലുള്ള Pi എന്ന് പറഞ്ഞ ലോഡ് എനിക്ക് കിട്ടും. ഇതിനെ വിളിച്ച പേരാണ് ഫസ്റ്റ് തിയറം ഓഫ് കാസ്റ്റിഗ്ലിയാനോ. അപ്പോൾ കാസ്റ്റിഗ്ലിയാനോ ഫസ്റ്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനുണ്ട്. അതായത് സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് എ ഫങ്ഷൻ ഓഫ്
ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് ലോഡ്സ്, പിന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടി, ജോമെട്രി എന്നിവയായിരിക്കണം. എങ്കിലേ ആ ഒരു സ്ട്രെയിൻ എനർജി ഫംഗ്ഷനെ ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയബിൾ കൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അപ്ലൈഡ് ലോഡും കിട്ടും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് പറയുന്നത്? സ്ട്രെയിൻ എനർജി ഓഫ് എ ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് deflections along the direction of applied loads, material and geometrical properties of the body, then partial derivative of strain energy with respect to deflection at the one of the points is equal to the load acting at that point. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് ഓഫ് വിർച്വൽ ഫോഴ്സസ് ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞ ടോപ്പിക്കായ പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് ഓഫ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാമെങ്കിൽ ഈ ടോപ്പിക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഡീഫോംഡ് കണ്ടീഷനുള്ള ഒരു ബോഡി, സെറ്റ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഡിഫ്ലക്ഷൻ കാരണം ഉള്ള ഒരു ഡീഫോംഡ് ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഡീവിയേഷൻ, ലോഡ് ഡീവിയേഷൻസ് കൊടുക്കുകയാണ്. അതായത് വിർച്വൽ ഫോഴ്സസ് അപ്ലൈ ചെയ്യാണ്. അവിടെ പ്രിസ്ക്രൈബ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റുകളും ഉണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ വിർച്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Δ1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷന് അവിടെ ഉണ്ടായിരുന്ന ഇനിഷ്യൽ ലോഡ് എന്ന് പറയുന്നത് P1 ആണ്. അപ്പോൾ P1 കാരണമാണ് Δ1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അതേ ഡയറക്ഷനിൽ ഒരു വിർച്വൽ ഫോഴ്സ് Δp1 അപ്ലൈ ചെയ്തു. Δp1 ഈ Δp1 അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ ഒരു ഡീവിയേഷൻ ഇൻ കോംപ്ലിമെൻ്ററി എനർജി ഉണ്ടാവും. ΔU സ്റ്റാർ ഡീവിയേഷൻ, ΔU സ്റ്റാർ എന്ന് പറയുന്ന ഡീവിയേഷൻ ഇൻ കോംപ്ലിമെൻ്ററി എനർജി ഉണ്ടാവും. അത് ആ ഗ്രാഫിൽ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയ. ദാറ്റ് ഈസ് ΔU സ്റ്റാർ ഈസ് ഈക്വൽ ടു Δ1 ഇൻറ്റു Δp1. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ടെന്ന് വെച്ചോ, P1 ആൻഡ് P2. അതായത് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് P1 ആൻഡ് P2. അവിടെ വിർച്വൽ ലോഡ്സ് അപ്ലൈ ചെയ്തു, Δp1 ആൻഡ് Δp2. അപ്പോൾ P1 P2 ഫോഴ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വിർച്വൽ ലോഡ്സ് Δp1ഉം Δp2 അപ്ലൈ ചെയ്തു. അപ്പോൾ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ ഫോഴ്സ്, വർക്ക് ഓഫ് വിർച്വൽ ഫോഴ്സസ് പ്രകാരം അവിടെ വർക്ക് ഡൺ നടക്കുകയും അവിടെ ചേഞ്ച് ഇൻ കോംപ്ലിമെൻ്ററി എനർജി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ Δu സ്റ്റാർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രകാരം Δ1 ഇൻറ്റു Δp1 പ്ലസ് Δ2 ഇൻറ്റു Δp2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്ത് ചെയ്യാണ്? പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യാണ്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഓഫ് യു സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു ലോഡ്, അപ്ലൈഡ് ലോഡ് P1. ആ സമയത്ത് അടുത്ത ലോഡായ P2ന് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. കോൺസ്റ്റൻ്റ് കീപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? Δp2 0 ആയിപ്പോവും. അപ്പോൾ Δu സ്റ്റാർ ബൈ Δp1 ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ഈ ഇക്വേഷൻ പ്രകാരം Δ2 Δp2 എന്ന് പറഞ്ഞാൽ ടൈം പോവുകയും ബാക്കി റിമൈനിങ് എന്നത് Δ1. അപ്പോൾ Δu സ്റ്റാർ ബൈ Δp1 ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് Δ1 എന്ന് കിട്ടും. ഇവിടെ ഞാൻ ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലോഡ്, അതായത് Δp ടെൻസ് ടു 0, വളരെ ചെറിയ വാല്യൂ ആണ് ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ Δu സ്റ്റാർ ബൈ Δp1 എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷിയേഷനിലോട്ട് മാറും. Δu സ്റ്റാർ ബൈ Δp1 ഈസ് ഈക്വൽ ടു Δ1 എന്ന് കിട്ടും. Δu സ്റ്റാർ ബൈ Δp1 ഈസ് ഈക്വൽ ടു Δ1. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം P2 ചേഞ്ച് ഇൻ P2 ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത് P2 വെച്ചിട്ടാണെങ്കിൽ അവിടെ P1 കോൺസ്റ്റൻ്റ് ആയിരിക്കും, Δp1 കോൺസ്റ്റൻ്റ് ആയിട്ട് 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ Δ2 ആയിരിക്കും. അപ്പോൾ ഇൻ ജനറൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അതായത് കോംപ്ലിമെൻ്ററി എനർജീനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലോഡ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ith പോയിന്റ് ലോഡ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ith പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് Δi വാല്യൂ എനിക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു ജനറൽ കേസാണ്. അപ്പോൾ ഇപ്പം നോൺ ലീനിയർ ഇലാസ്റ്റിക് ബോഡിയിലാണ് കോംപ്ലിമെൻ്ററി എനർജി, സ്ട്രെയിൻ എനർജി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലീനിയർ ഇലാസ്റ്റിക് ബോഡി ആയിരുന്നെങ്കിൽ ഈ കോംപ്ലിമെൻ്ററി എനർജി തന്നെയായിരിക്കും
സ്ട്രെയിൻ എനർജിയും അതിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡോ യു സ്റ്റാർ ബൈ ഡോ പി ഐ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡോ യു ബൈ ഡോ പി ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ. അതായത് ഇത് സെക്കൻഡ് തിയറം ഓഫ് കാസ്റ്റിഗ്ലിയാനായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സ്ട്രെയിൻ എനർജി ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് അപ്ലൈഡ് ലോഡ്, എ ഫങ്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്, മെറ്റീരിയൽ പ്രോപ്പർട്ടി, ജോമെട്രി എന്നിവയൊക്കെ ആണെങ്കിൽ അതിനെനിക്ക് അപ്ലൈഡ് ലോഡ് വെച്ചിട്ട് ഒരു പോയിന്റിൽ അപ്ലൈഡ് ലോഡ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതാണ് സെക്കൻഡ് തിയറം ഓഫ് കാസ്റ്റിഗ്ലിയാനോ പറഞ്ഞത്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നേക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇഫ് ദ സ്ട്രെയിൻ എനർജി ഓഫ് എ ബോഡി expressed as function of deflections along the direction of applied loads, material and geometrical properties of the body, then the partial derivative of the strain energy with respect to one of the loads is equal to the displacement along the direction of that load, that is dou u by dou pi is equal to delta I.